ഗർഭകാലത്തിന്റെ 23-ാം ആഴ്ചയിൽ വെറും 350 ഗ്രാം മാത്രം തൂക്കത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് ഒരു വീടാകെ സന്തോഷം പരത്തുകയാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന നോവയും അവന്റെ അതിജീവനവും. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞായി കണക്കാക്കുന്ന നോവയുടെ അതിജീവനം കരുതലിന്റെയും ശാസ്ത്രത്തിന്റെയും വിജയം കൂടിയാണ്. 24 സെപ്റ്റംബർ 18 വെളുപ്പിനാണ് എനിക്ക് പെയിൻ തുടങ്ങിയത്. നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് യൂട്രസ് വികസിച്ചിട്ടുണ്ട്, അതിന് നമുക്ക് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓണമായതിനാൽ ഡോക്ടേഴ്സ് അവിടെ ലീവായിരുന്നു. സ്റ്റിച്ച് ഇടാൻ പറ്റിയ ഡോക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവർ കളമശ്ശേരിയിലേക്ക് എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കളമശ്ശേരിയിലേക്ക് ഞങ്ങൾ അവിടുത്തെ ആംബുലൻസിൽ തന്നെ കളമശ്ശേരിയിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ കാര്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കളമശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ലൂർദിലെത്തി. ലൂർദിൽ നിന്ന് നേരെ ലേബർ റൂമിൽ 18-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് 19-ാം തീയതി രാവിലെയാണ് ഡെലിവറി നടക്കുന്നത്. കുഞ്ഞിന് 350 ഗ്രാം മാത്രമേ ഭാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ NICU ഡോക്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം NICU തന്നെ ആയിരുന്നു. NICU റോജ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലാണ് NICUവിലെ ബേബിയുടെ ചികിത്സയും കാര്യങ്ങളും. ജനുവരി പകുതിയോടെയാണ് നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു 1 ഇയർ എങ്കിലും കുഞ്ഞിനെ നല്ലതുപോലെ സൂക്ഷിക്കണമെന്നും ആളുകളുമായുള്ള വിസിറ്റിങ്ങും കാര്യങ്ങളൊന്നും പാടില്ലെന്നും നല്ല കെയർ ചെയ്യണമെന്നും അങ്ങനെ ഡോക്ടേഴ്സ് വേണ്ട നിർദ്ദേശങ്ങൾ തന്നത് പ്രകാരമാണ് ഈ ഒരു വർഷക്കാലം നമ്മൾ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചത്.